മഹാഭാരത യുദ്ധം ആസന്നമായിരിക്കുന്ന സന്ദർഭത്തിൽ ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രയുടെ സഭയിൽ സഞ്ജയൻ നൽകുന്ന സന്ദേശം, അതായത് പാണ്ഡവന്മാരുടെ സന്ദേശം അദ്ദേഹം ധൃതരാഷ്ട്രയെയും മറ്റ് കൗരവന്മാരെയും പറഞ്ഞു കേൾപ്പിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്താണ്, യുദ്ധത്തോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് കാണിക്കുന്ന സംഭവഗതികളാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടതും വിശദമായിട്ട് പറയേണ്ടതുമാണ്. അതാണ് ഇവിടെ ഈ വീഡിയോയിലും അവതരിപ്പിക്കുന്നത്. പാണ്ഡവന്മാരുടെ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സന്ദർഭത്തിൽ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് കർണൻ മാത്രം മതി, ഭീഷ്മരും ദ്രോണരും കൃപരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും അശ്വത്ഥാമാവ് നിന്നില്ലെങ്കിലും കർണനെ ആശ്രയിച്ച് ഞാൻ ഈ യുദ്ധമാകുന്ന യജ്ഞം ഞാൻ നിർവഹിച്ചുകൊള്ളും. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ യുദ്ധം ചെയ്യുന്നത്, മറ്റുള്ളവരെ ഞാൻ കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് അവരെ കൊണ്ട് വലിയ പ്രയോജനങ്ങളില്ല എന്ന രീതിയിൽ ദുര്യോധനൻ അഹങ്കാരത്തോടുകൂടി ഒരു പ്രസ്താവന നടത്തുന്നു. അത് ധൃതരാഷ്ട്രരെ വല്ലാതെ പ്രയാസത്തിലാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് സഞ്ജയനോട് ചോദിച്ചു അദ്ദേഹം, സഞ്ജയ, വസുദേവ ധനഞ്ജയന്മാർ ശ്രീകൃഷ്ണനും അർജുനനും എന്ത് സന്ദേശമാണ് നൽകിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഞ്ജയൻ അവിടെ നടന്ന സംഭാഷണത്തെ അദ്ദേഹം വിവരിക്കുകയാണ്. അല്ലെങ്കിൽ രാജാവേ, ഞാൻ സ്വന്തം കാൽ വിരൽ നോക്കിക്കൊണ്ടാണ് ഈ കൃഷ്ണാർജുനന്മാരുടെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചത്. എന്ന് വെച്ചാൽ വിനയം കൊണ്ട് താഴോട്ട് തലകുനിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്വന്തം കാലിൻ്റെ വിരലിലേക്ക് നോക്കി എന്ന് പറയുന്നത്. വിനയത്തോടുകൂടി പ്രവേശിച്ചു എന്നർത്ഥം. അവിടെ ആ അന്തഃപുരത്തിനകത്ത് അഭിമന്യുവിനും അതുപോലെ നകുല സഹദേവന്മാർക്ക് പോലും പ്രവേശനമില്ല എന്നുള്ളതാണ് ആ അന്തഃപുരത്തിൻ്റെ പ്രത്യേകത. കൃഷ്ണാർജുനന്മാർ അവർ ഒരുമിച്ചാണ് ഒരേ അന്തഃപുരത്തിലാണ്, ഒരേ കൊട്ടാരത്തിൽ, ഒരേ കക്ഷയിലാണ്, ഒരേ മുറിയിലാണ് അവർ താമസിക്കുന്നതും അവർ പരസ്പരം വിചാര വിനിമയം ചെയ്യുന്ന അത്ര നല്ല അടുത്ത സുഹൃത്തുക്കളാണ് അവർ എന്നർത്ഥം. അവിടെ സഞ്ജയന് പറഞ്ഞു, കൃഷ്ണന്മാരും കൃഷ്ണയും സത്യഭാമയും മാത്രമേ ഉള്ളൂ. കൃഷ്ണന്മാർ എന്ന് വെച്ച് പറഞ്ഞത് അർജുനനെയും കൃഷ്ണനെയും രണ്ടുപേരുടെയും പേരാണ് കൃഷ്ണൻ എന്നുള്ളത്. അർജുനന്റെ 10 പേരുകളിൽ ഒന്ന് കൃഷ്ണൻ എന്നാണ്. അതുകൊണ്ട് കൃഷ്ണന്മാർ എന്ന് വെച്ചാൽ കൃഷ്ണ അർജുനന്മാർ എന്നർത്ഥം. പിന്നെ കൃഷ്ണ, കറുത്ത വർണ്ണമുള്ളവളും പാഞ്ചാലപുത്രിയുമായിട്ടുള്ള ദ്രൗപദിയെ കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. ആ കൃഷ്ണയും പിന്നെ കൃഷ്ണപത്നിയായ സത്യഭാമയും മാത്രമേ ആ അന്തഃപുരത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അവരുടെ രൂപം എന്തായിരുന്നു, ഭാവം എന്തായിരുന്നു എന്ന് പറയുന്നു. ഈ കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള മാനസിക ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് തുടർന്നുള്ള വർണ്ണന. അത് വളരെ പ്രധാനമാണ്. അവരുടെ ആ സ്നേഹബന്ധം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സഞ്ജയൻ പറയുന്നു, ഉഭൗ മധ്വാസവ ക്ഷീപോ ഉഭൗ ചന്ദനരൂഷിതവും സ്രഗ്യുണവും വരവസ്ത്രവും ച ദിവ്യാഭരണഭൂഷിതവും. അതായത് രണ്ടുപേരും മധു, ആസവം മുതലായവ കഴിച്ചിട്ട് കണ്ണൊക്കെ ചുവന്ന് അല്പം ഒരു ലഹരിയുടെ അവസ്ഥയിലായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത്. രണ്ടുപേരും ശരീരത്തിൽ ചന്ദനം പൂശിയിട്ടുണ്ട്, മറ്റ് ലേപനങ്ങളൊക്കെ പൂശിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മാലകൾ ധരിച്ചിരുന്നു, പുഷ്പമാല്യങ്ങൾ ധരിച്ചിരുന്നു, പരവസ്ത്രവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, ദിവ്യാഭരണങ്ങൾ രണ്ടുപേരെയും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. രത്നം പതിച്ച സിംഹാസനത്തിൽ വിവിധമായ ആസ്തരണങ്ങൾ, വിരിപ്പ്, പല നിറത്തിലുള്ള മെച്ചപ്പെട്ട വിരിച്ചിട്ടാണ് ആ സിംഹാസനത്തിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു അവരുടെ ഇരിപ്പ് എന്ന് നോക്കുക. അർജുനോത്സംഗകൗ പാദോ കേശവസ്യോപലക്ഷയേ അർജുനസ്യ ച കൃഷ്ണായാം സത്യായാം ച മഹാത്മന. അർജുനന്റെ ഉത്സംഗത്തിൽ, അതായത് മടിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ 2 കാലുകളും വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ 2 പാദങ്ങളും തൻ്റെ മടിയിൽ വെച്ച് ആ പാദത്തെ തലോടിക്കൊണ്ടിരുന്നു. ഭഗവാന്റെ പാദത്തെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ട്, അതായത് തലോടുക, അതൊരു സേവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്നേഹം എന്നതിലുപരി ഒരു ദാസ്യ ഭക്തിയുടെ ലക്ഷണം കൂടിയാണ്. അതേ സമയത്ത് അർജുനന്റെ കാലുകൾ, 2 പാദങ്ങൾ എവിടെയായിരുന്നു? ഒന്ന് പാഞ്ചാലിയുടെ മടിയിലും ഒന്ന് സത്യഭാമയുടെ മടിയിലുമായിരുന്നു. എന്ന് വെച്ചാൽ അർജുനന്റെ ഒരു പാദത്തെ പാഞ്ചാലി സേവിക്കുന്നു, മറ്റേ പാദത്തെ സത്യഭാമ സേവിക്കുന്നു. അപ്പോൾ ഇവിടെ സത്യഭാമയുടെ മടിയിൽ അർജുനൻ കാല് വെച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ലോകമര്യാദ, സാമൂഹ്യ മര്യാദ വെച്ച് അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ പണ്ട് കാലത്ത് അതിഥിയെ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ആളുകളെ, താൻ ബഹുമാനിക്കുന്ന ആളുകളെ പാദസേവ ചെയ്യുക, അവരുടെ കാല് തൻ്റെ മടിയിൽ വെച്ച് ആ പാദം ഒന്ന് തിരുമ്മി അല്ലെങ്കിൽ അതിനെ നമ്മൾ തലോടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സേവനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു ഭാവം മാത്രമാണ്. അപ്പോൾ സത്യഭാമയുടെ അർജുനന്റെ കാല്
പാഞ്ചാലിയും അതുപോലെ സത്യഭാമി രണ്ടുപേരും കാല് മടിയിൽ വെച്ച് തലോടിക്കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ കാല് രണ്ടും അർജുനൻ തൻ്റെ മടിയിൽ വെച്ച് തിരുമ്മിക്കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പരസ്പരം സേവിക്കുക, പരസ്പരം ശുശ്രൂഷിക്കുക, പരസ്പരം സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന, അതായത് രണ്ട് ശരീരവും ഒരു ആത്മാവും പോലെയാണ് ശ്രീകൃഷ്ണനും അർജുനനും കഴിയുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. അർജുനൻ സഞ്ജയൻ പറയാണ്, അർജുനൻ ഞാൻ അകത്ത് ചെന്ന സമയത്ത് സ്വർണത്തിൻ്റെ ഒരു പാദപീഠം എൻ്റെ നേരെ വലിച്ചു നീട്ടി. എന്ന് വെച്ചാൽ ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ട് കാലിങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു പീഠമാണ് പാദപീഠം. ആ പാദപീഠം അദ്ദേഹത്തിന് നേരെ, സഞ്ജയന് നേരെ നീട്ടി ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? മര്യാദക്ക് വിരുദ്ധമല്ലേ? എന്നാണെങ്കിൽ ഒരുപക്ഷെ സൂതന്മാരോട്, ദൂതന് വന്നിരിക്കുന്ന സൂതന്മാരോട് അങ്ങനെ പെരുമാറാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പെരുമാറിയതെന്നറിയില്ല. ഒരുപക്ഷെ സഞ്ജയൻ ഈ പറഞ്ഞത് ഒരു അതിശയോക്തി കലർന്ന ഭാഷയിൽ ദുര്യോധനാദികളെ, ധൃതരാഷ്ട്രനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നറിയില്ല. അദ്ദേഹം ശത്രുപക്ഷത്താണ്, ദുര്യോധന പക്ഷത്തുള്ള ആളാണ്. അത് നമുക്ക് യുദ്ധത്തിലും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഞ്ജയൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധം ധരിച്ചുകൊണ്ട് പാണ്ഡവന്മാർക്കെതിരെ പോരാടിയ ഒരു പോരാളി കൂടിയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അത് മഹാഭാരതത്തിൽ പലയിടങ്ങളിലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യുദ്ധത്തിന് മുറിവേൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് വേണ്ടി ദുര്യോധനനെ, കർണനെയൊക്കെ പ്രേരിപ്പിക്കുന്നതായിട്ടും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ദുര്യോധന പക്ഷത്തുള്ള ഒരാളാണ് സഞ്ജയൻ എന്നുള്ളത് കൊണ്ട് ഈ സന്ദേശത്തിലും അദ്ദേഹം യഥാർത്ഥമായ ആശയത്തെ ഒളിപ്പിച്ച് വെള്ളം ചേർത്തിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. വ്യാസൻ അവിടെ എന്താണ് ഉദ്ദേശിച്ചത്, ഏത് രീതിയിൽ അതിനെ അവതരിപ്പിച്ചു എന്നുള്ളത് നമുക്ക് സത്യസന്ധമായിട്ട് പറയാമെന്നല്ലാതെ വ്യാസന്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. അതുപോലെ ചില കാര്യങ്ങളെ നമുക്ക് വളരെ നിഗൂഢമായിട്ട് വ്യാസൻ അതിൽ വാക്യങ്ങളിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സഞ്ജയൻ പറയുന്നു, ഈ പാദപീഠം എനിക്ക് നീട്ടിയ സമയത്ത് ഞാനത് കൈകൊണ്ട് സ്പർശിച്ചു. എന്നുവെച്ചാൽ ഞാൻ സ്വീകരിച്ചു എന്ന് കാണിക്കുന്ന രീതിയിൽ അത് സ്പർശിച്ചിട്ട് ഞാൻ ദൂരെ മാറി നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് നിന്നിട്ടാണ് ഞാനത് കേട്ടത്. അപ്പോൾ ഞാൻ കണ്ട കാര്യം, ഊർധ്വരേഖാതലവും പാദവും പാർത്ഥസ്യ ശുഭലക്ഷണവും പാദപീഠാദപഹൃതവും തത്രാപശ്യമഹം ശുഭവും. ഞാൻ അർജുനന്റെ കാലുകളെ ശ്രദ്ധിച്ചു. ആ പാദപീഠത്തിൽ നിന്നും അദ്ദേഹം കാലെടുത്ത് എനിക്ക് ആ പീഠം എനിക്ക് നീട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിഭാഗം ഞാൻ കണ്ടു. ഊർധ്വരേഖാ തലവും പാദം, ആ രണ്ട് കാലുകളിലും മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്ന രേഖയുണ്ടായിരുന്നു. അതൊരു മഹാത്മാവിൻ്റെ ലക്ഷണമാണ്. അത് സാധാരണക്കാർക്ക് ഇല്ലാത്ത ഒരു ലക്ഷണമാണ് അർജുനന്റെ കാലിൽ ഞാൻ കണ്ടത്. ശുഭലക്ഷണമായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ ശ്യാമോ ബൃഹന്തവും തരുണവും ശാലസ്കന്ധ വിവോദ്ഗതവും ഏകാസനഗതവും ദൃഷ്ട്വാ ഭയം മാം മഹദാവിശൽ. അർജുനന്റെ ആ പാദത്തിലെ ചിഹ്നം, അടയാളം, അത് തന്നെ വല്ലാതെ പരിഭ്രമത്തിലാക്കി. അത് അദ്ദേഹത്തിന്റെ മാഹാത്മ്യം കാണിക്കുന്നതായിരുന്നു. അതുപോലെ ശ്രീകൃഷ്ണനും അർജുനനും എങ്ങനെയുള്ളവരായിരുന്നു? ശ്യാമോ, രണ്ടുപേരും കറുത്തവരായിരുന്നു. ബൃഹന്തോ, വലിയ ശരീരമുള്ളവരായിരുന്നു. തരുണോ, യുവാക്കളായിരുന്നു. ശാലസ്കന്ധം, സാലവൃക്ഷം പോലെ, ഒരു പന പോലെ ഉയർന്നു നിൽക്കുന്ന ശരീരമുള്ളവരായിരുന്നു. ഏകാസനഗതവും, രണ്ടുപേരും ഒരേ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവർ സമശീർഷരായിരുന്നു. ഒരേപോലെ ശക്തിയും പ്രതാപവും, ഒരേ പ്രായത്തിലുള്ളവരും ഒരേ അധികാരവും ഉള്ളവരായിരുന്നു. ദൃഷ്ട്വ, അങ്ങനെയുള്ള ആ കൃഷ്ണാർജുനന്മാരെ കണ്ടിട്ട് ഭയം മാം മഹദാവിശൽ, എനിക്ക് വലിയ ഭയം ഉണ്ടായി. ഇന്ദ്രവിഷ്ണു സമാവേദവും, ഇവർ രണ്ടുപേരും ഇന്ദ്രനും വിഷ്ണുവും ഒരുമിച്ചാലുള്ള ഫലമാണ് അർജുനനും കൃഷ്ണനും ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുക. രണ്ടുപേരും മഹാപരാക്രമികളാണ്, ലോക ജേതാക്കളാണ് എന്നർത്ഥം. മന്ദാത്മാ നാവബുദ്ധ്യസേ, പക്ഷേ ദുര്യോധനനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായ മന്ദബുദ്ധികൾ ഈ ഇന്ദ്ര വിഷ്ണു സമന്മാരായ അർജുന കൃഷ്ണന്മാരെ വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല. സംശ്രയ ദ്രോണഭീഷ്മാഭ്യാം കർണസ്യജ വികഥനാത്, ദ്രോണരുടെയും ഭീഷ്മരുടെയും കൂടെ നടന്നിട്ട് അവരുടെ ശക്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടും കർണന്റെ അഹങ്കാരപരമായ വാക്കുകൾ, ഞാൻ കേമനാണ് എന്നുള്ള തൻ്റെ കേമത്വം പറയുന്ന ആ കർണന്റെ വാക്കുകൾ കേട്ടിട്ടും ദുര്യോധനാദികൾ കൃഷ്ണാർജുനന്മാരുടെ ഈ പൗരുഷത്തെ, മഹാത്മ്യത്തെ, വലുപ്പത്തെ, ശക്തിയെ മനസ്സിലാക്കുന്നില്ല. അവർ മന്ദബുദ്ധികളാണ് എന്നാണ് സഞ്ജയൻ പറയുന്നത്. കയ്യിൽ വില്ലിന്റെ തഴമ്പുണ്ട് അർജുനൻ. ആ തഴമ്പുള്ള കൈകൾ കൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തോട് സഞ്ജയനുള്ള മറുപടി പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഇന്ദ്രകേതുരുവോത്ഥായ സർവാഭരണ ഭൂഷിത ഇന്ദ്രവീര്യോപമ കൃഷ്ണ സംവിഷ്ടോ മാഭ്യഭാഷത.
അപ്പോൾ ശ്രീകൃഷ്ണൻ ആ സിംഹാസനത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രൂപം? ഇന്ദ്രകേതുവിനെ പോലെ, ഇന്ദ്രധ്വജം പോലെ അദ്ദേഹത്തിൻ്റെ ആ ശരീരം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സർവാഭരണങ്ങളെ കൊണ്ട് നിറഞ്ഞ അദ്ദേഹം ശരീരം കണ്ടപ്പോൾ അതിന് ദിവ്യതയും അദ്ദേഹത്തിൻ്റെ ആ ശൗര്യവും പരാക്രമവും ഇന്ദ്രവീര്യോപമ, ഇന്ദ്രന്റെ വീര്യത്തിന് സമാനമായ ആ വീര്യമുള്ളതായ ശ്രീകൃഷ്ണൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. കൃഷ്ണന്റെ ഗാംഭീര്യത്തെയാണ് അവിടെ പറയുന്നത്. ആ കൃഷ്ണന്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു? അത് ഹ്ലാദിനിയായ വാക്കുകളായിരുന്നു. കേൾക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, ജനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ധാർത്തരാഷ്ട്രർക്ക് വിറയലുണ്ടാക്കുന്ന, അവർക്ക് ത്രാസം, വിറയൽ ഉണ്ടാക്കുന്നത്, അതായത് ദുര്യോധനാദികൾക്ക് വിറയൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അതിഭീകരമായ കാര്യമാണ് ശ്രീകൃഷ്ണൻ അവിടെ പറഞ്ഞത്. പിന്നെ മൃദുപൂർവം സുദാരുണം, അത് പറയുന്നത് വളരെ മൃദുവായിട്ടായിരുന്നു, വളരെ താഴ്ന്ന ഒരു വളരെ വിനയത്തോടു കൂടിയിരുന്ന വണ്ണമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് അതിഭീകരമായിരുന്നു, സുദാരുണമായിരുന്നു ആ വാക്കുകൾ. ശിക്ഷാക്ഷര സമന്വിതാം, ആ വാക്കുകൾ നല്ല വിദ്യാഭ്യാസം കിട്ടിയ, അതായത് സംസ്കാരമുള്ള വിനയമുള്ള ഒരാളിന് മാത്രം, അതായത് നല്ല രീതിയിൽ സംഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലനം കിട്ടിയ ഒരാൾ പറയുന്ന വാക്കുകളായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ച വാക്കുകളായിരുന്നു. ഹൃദയഹാരിണീം, ഹൃദയത്തെ ആകർഷിക്കുന്ന ഹൃദയാകർഷകങ്ങളായ വാക്കുകളുമായിരുന്നു. ഒരേ സമയത്ത് അത് ഘോരമായിരുന്നു, ഭയാനകമായിരുന്നു, പക്ഷെ അത് ശാസ്ത്രീയമായിരുന്നു, മൃദുവായിരുന്നു, നല്ല അർത്ഥവത്തായ വാക്കുകളായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് എന്നാണ് സഞ്ജയൻ അതിന് ആമുഖമായിട്ട് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വാസുദേവൻ ഇങ്ങനെയാണ് പറഞ്ഞത്: സഞ്ജയ, ഞാൻ പറയുന്ന ഈ വാക്കുകൾ നീ ധൃതരാഷ്ട്രരെ കേൾപ്പിക്കണം. ഭീഷ്മര്, ദ്രോണര് മുതലായ ആളുകൾ കേൾക്കെ തന്നെ നീ ഈ സന്ദേശം പറഞ്ഞു കേൾപ്പിക്കണം. ഞങ്ങൾ രണ്ടുപേർ, കൃഷ്ണനും അർജുനനും, ഞങ്ങൾ രണ്ടുപേർ അവിടെയുള്ള മൂത്തവരെ, പ്രായം കൊണ്ട് മൂത്ത ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു, ഇളയവരുടെ കുശലം അന്വേഷിക്കുന്നു. ഇതും ആദ്യം പറയണം ആമുഖമായിട്ട്. നിങ്ങൾ വിവിധങ്ങളായ യജ്ഞങ്ങളെ നടത്തുക, ബ്രാഹ്മണർക്ക് വേണ്ട വിധം ദാനങ്ങൾ ചെയ്യുക, ഭാര്യാപുത്രന്മാർ എന്നിവരുമായിട്ട് നല്ല രീതിയിൽ ആനന്ദിച്ച് ജീവിക്കുക. കാരണം വരാൻ പോകുന്നത് അതിഭീകരമായ ഒരു ഭാവിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. മഹാഭയം വരാനിരിക്കുന്നു. അതുകൊണ്ട് സമയം കളയേണ്ട, ഉള്ള സമയം സുഖമായിട്ടിരിക്കുക, സൽക്കർമ്മം ചെയ്യുക, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക, നാനാവിധത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യുക, അതുപോലെ കുടുംബവുമായിട്ട് ആനന്ദിക്കുകയും ചെയ്തോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞ ആദ്യ വാക്യങ്ങൾ. പിന്നെ സൽപാത്രങ്ങൾക്ക് ദാനം ചെയ്യുക, നല്ല ആളുകൾക്ക് ദാനം ചെയ്താലാണ് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുക. നല്ല പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുക, വംശവൃദ്ധി. ഒരുപക്ഷെ നിങ്ങളൊക്കെ മരിച്ചു പോയാലും നിങ്ങളുടെ ഭാര്യമാർ ഇനിയും സന്താനങ്ങളെ പ്രസവിക്കുകയാണെങ്കിൽ അവരെങ്കിലും നല്ലവരായാൽ ഇനിയെങ്കിലും യുദ്ധമില്ലാതെ ജീവിക്കാം. പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പ്രിയം ചെയ്യുക, മരണത്തിന് മുമ്പ് അത് ചെയ്യേണ്ടതാണ്. രാജാവ്, യുധിഷ്ഠിര രാജാവ് ഇവിടെ യുദ്ധത്തിന് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും യുദ്ധമുണ്ടാകാം. ആ യുദ്ധത്തിൽ നിങ്ങളൊക്കെ തന്നെ ഈയാമ്പാറ്റകളെ പോലെ ചത്തൊടുങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എപ്പോൾ സാധിച്ചുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ സാരം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ ഏറ്റവും മഹത്തായ, ഏറ്റവും ശ്രേഷ്ഠമായ വാക്യങ്ങളാണിത്. ഋണമേതത് പ്രവൃദ്ധം മേ ഹൃദയാന്നാപസർപ്പതി യത് ഗോവിന്ദേത് ചക്രോശ കൃഷ്ണാമാം ദൂരവാസിനം. അവിടെ പാഞ്ചാലി ഇരിക്കുന്നുണ്ട്. പാഞ്ചാലിയെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, എനിക്ക് ഈ പാഞ്ചാലിയോട് ഒരു കടം ബാക്കിയുണ്ട്. ഋണമേതത് പ്രവൃദ്ധമേ, അത് ഓരോ ദിവസം കൂടുന്തോറും ആ കടം വർദ്ധിച്ച് വരും. അതിന് പലിശയ്ക്ക് പലിശയും കൂട്ടുപലിശയുമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അത് എൻ്റെ ഹൃദയാന്ന അപസർപ്പതി, ആ കടബോധം, ആ ഋണബോധം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല. അത് ആ കടം വീട്ടിയേ ഞാൻ അടങ്ങും. എന്താണ്? യത് ഗോവിന്ദേത് ചുക്രോശ കൃഷ്ണാമാം ദൂരവാസിനം. ഞാൻ എത്രയോ ദൂരെ, ഞാൻ ദ്വാരകയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഹസ്തനപുരിയിലെ ചൂതുകളി നടക്കുന്ന സഭയിൽ, ദുർദ്യൂതം നടക്കുന്ന, കള്ളച്ചൂത് നടക്കുന്ന സഭയിൽ വെച്ച് തൻ്റെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട സമയത്ത്, തൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്ന സമയത്ത്, ഏകവസ്ത്രം ധരിച്ച തന്നെ അപമാനിച്ച സമയത്ത് ആ കൃഷ്ണ, ആ പാഞ്ചാലി ഗോവിന്ദ എന്ന് ഉറക്കെ കരഞ്ഞു വിളിച്ചില്ലേ? എവിടെയോ ഉള്ള എന്നെയാണ് വിളിച്ചത്. അവിടെയുള്ള സ്വന്തം ഭർത്താക്കന്മാരെ അല്ല വിളിച്ചത്, ഭീഷ്മരെയല്ല, ദ്രോണരെ ആരുമല്ല, എന്നെയാണ് വിളിച്ചത്. അത് പാഞ്ചാലിയോടുള്ളൊരു കടമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതൊരിക്കലും എൻ്റെ ഹൃദയം വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാണ്ഡവന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി വന്നിട്ട് ആ ദുര്യോധനാദികളെ മുഴുവൻ കൊന്നൊടുക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ്. അതാണ് വ്യംഗ്യമായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അവിടെ ശ്രീകൃഷ്ണന് പാഞ്ചാലിയോടുള്ള ആ കടബാധ്യത, കടപ്പാട്, തന്നെ വിളിച്ചു കരഞ്ഞതിന്, തൻ്റെ ഭക്തയോട്, തൻ്റെ ഭക്തന്മാരോട് ഭഗവാൻ കാണിക്കുന്ന വാത്സല്യത്തെയാണ് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ പറയുന്നു? തേജോമയം ദുരാധർഷം ഗാണ്ഡീവം യസ്യ കാർമുകം.
മദ്ദ്വിതീയേന തേനേഹ വൈരം വക് സവ്യസാചിന. നിങ്ങൾ ശത്രുത സമ്പാദിച്ചിരിക്കുന്നത് ആരോടാണ്? തേജോമയം ദുരാധർഷം ഗാണ്ഡീവം യസ്യ കാർമുകം. യാതൊരാളുടെ കാർമുകം വില്ല് ഗാണ്ഡീവം എന്ന് പറയുന്ന തേജോമയമായ തേജസ്സോട് കൂടിയിരിക്കുന്ന ഗാണ്ഡീവം, ദുരാധർഷം ആർക്കും തകർക്കാൻ പറ്റാത്തതായ ആയുധമാണ് ഗാണ്ഡീവം. ആ ഗാണ്ഡീവം ആരുടെ കയ്യിലുണ്ടോ ആ അർജുനനോടാണ് നിങ്ങൾ വൈരം, നിങ്ങൾ ശത്രുത സമ്പാദിച്ചിരിക്കുന്നത്. ആ അർജുനന്റെ മറ്റൊരു സവിശേഷത എന്താണ്? മദ്ദ്വിതീയേന തേനേഹ. ആ അർജുനൻ രണ്ടാമതൊരു കൃഷ്ണൻ തന്നെയാണ്, രണ്ടാമതൊരു ഞാനാണ്. അർജുനനും ഞാനും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മദ്ദ്വിതീയേന തേന എന്ന് വെച്ചാൽ അർജുനൻ കൃഷ്ണൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്, രണ്ടാമതൊരു കൃഷ്ണനാണ് അർജുനൻ. അങ്ങനെയുള്ള അപ്പോൾ ഞാൻ തന്നെ പരാക്രമിയാണ്, ഒന്ന് ലോകവും കീഴടക്കാൻ പറ്റുന്നവനാണ്, എനിക്ക് തുല്യനായ യോദ്ധാവാണ് അർജുനൻ. ആ അർജുനനോട്, ഗണ്ഡീവം ആയുധമായിട്ടുള്ള അർജുനനോടാണ് നിങ്ങൾ വൈരം, ശത്രുത നിങ്ങൾ യാചിച്ച് വാങ്ങി വെച്ചിരിക്കുന്നത്. സവ്യസാചിയാണ് അദ്ദേഹം, രണ്ട് കൈകൾ കൊണ്ടും ഇടത് കൈ കൊണ്ടും യുദ്ധം ചെയ്യാൻ സാധിക്കുന്നവനാണ് എന്ന് നിങ്ങൾ ഓർത്തില്ല. മദ്ദ്വിതീയം പുനഃപാർത്ഥം കപ്രാർത്ഥയിതുമിച്ഛതി യോ ന കാലപരീതോ വാ സാക്ഷാത് പുരന്തര. സാക്ഷാൽ പുരന്തരൻ ഇന്ദ്രൻ പോലും രണ്ടാമതൊരു കൃഷ്ണനായിട്ടുള്ള അർജുനനോട് യുദ്ധം യാചിച്ച് വാങ്ങുകയില്ല. അങ്ങനെ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവർ കാലപരീതന്മാരാണ്, അവർ കാലത്തിന് സ്വന്തം ആയുസ് തീരെഴുതി കൊടുത്ത ആളുകളായിരിക്കും. എന്നുവെച്ചാൽ മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ മാത്രമേ അർജുനനോട് യുദ്ധം യാചിച്ച് വാങ്ങുകയുള്ളൂ. ഈ കുരുക്കൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ നാശം അത് എന്താണ് ഉറപ്പായിട്ട് നടക്കും, അവശ്യം ഭാവിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ബാഹുഭ്യാമുദ്ധരേത് ഭൂമിം ഗഹേത് ക്രുദ്ധയിമാ പ്രജാഹ പാതയത് ത്രിതവാത് ദേവാൻ യോർജനം സമരേ ജയേത്. ഏതെങ്കിലും ഒരു യോദ്ധാവ് യുദ്ധത്തിൽ അർജുനനെ ജയിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തം കൈകളെ കൊണ്ട് ഈ ഭൂമിയെ എടുത്തുയർത്താൻ പറ്റുന്ന ആളായിരിക്കും. അതുപോലെ സ്വന്തം ക്രോധം കൊണ്ട് ഈ ലോകത്തുള്ള സകല ജനങ്ങളെയും ദഹിപ്പിക്കാൻ ശക്തിയുള്ളവനായിരിക്കും. അല്ലെങ്കിൽ മൂന്ന് ലോകത്തിൻ്റെ നാഥന്മാരായിട്ടുള്ള ഇന്ദ്രാദി ദേവന്മാരെ തൻ്റെ ബലം കൊണ്ട് ആ സ്വർഗലോകത്തിൽ നിന്ന് താഴെ വീഴ്ത്താൻ സാധിക്കുന്ന ശക്തിയുള്ളവരാണെങ്കിൽ മാത്രമേ യുദ്ധത്തിൽ അർജുനനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ദേവന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ ഇവരിൽ നിന്നൊന്നും ആർക്കും അർജുനനെ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അത് വിരാട നഗരത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിങ്ങളെയൊക്കെ തോൽപ്പിച്ചതായിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾ നാല് ദിക്കിലേക്കും ചിതറി ഓടുകയാണ് ചെയ്തത്. അതുതന്നെ നിങ്ങൾക്ക് പ്രമാണമാണ്. അർജുനനോട് നിങ്ങൾക്ക് നേരിടാൻ സാധിക്കില്ല. ഇപ്പോൾ അർജുന ഒറ്റയ്ക്കല്ല, അന്ന് അർജുന ഒറ്റയ്ക്ക് നിങ്ങളെ മുഴുവനും നിങ്ങളുടെ സൈന്യത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിച്ചതാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ബലം വീര്യം ച തേജശ്ച ശീഘ്രത ലഘു അസ്തത അവിഷാദശ്ച ധൈര്യം ച പാർത്ഥാന്ന അന്യത്ര വിദ്യതേ. ബലം, വീര്യം, തേജസ്, ശീഘ്രത ആയുധം പ്രയോഗിക്കുന്നതിൻ്റെ വേഗത, ലഘു അസ്തത അതായത് ലാഘവം, വളരെ അനായാസമായിട്ട് ആയുധം പ്രയോഗിക്കുക. ഇതും പാർത്ഥന് അർജുനനല്ലാതെ മറ്റാർക്കുമില്ല എന്നുള്ളതും ഓർക്കുക. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇത്യബ്രവീത് ഋഷികേശ പാർത്ഥമുദ്ധർഷയൻ ഗിര. അർജുനനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വാക്കുകളാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ആ സമയത്ത് ഗർജൻ സമയപർഷീവ ഗഗനെ പാകശാസന. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശബ്ദം ആ സമയത്ത് മഴക്കാലം വരുന്ന സമയത്ത് ആകാശത്ത് നിന്നും ഒരു ഇടിയും അതുപോലെ മഴയുണ്ടാകുന്നത് പോലെ പാകശാസനായ ഇന്ദ്രൻ ഇടിയുണ്ടാക്കി മഴ പെയ്യുന്നത് പോലെയുള്ള ഒരു ശബ്ദഘോഷമായിരുന്നു, ഒരു ഗർജനമായിരുന്നു ശ്രീകൃഷ്ണന്റെ മുഖത്ത് നിന്നും പുറപ്പെട്ടു വന്നത് എന്നാണ് സഞ്ജയൻ പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശൗര്യം, പരാക്രമം, അദ്ദേഹത്തിന്റെ ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ വാക്കിലെ ദാർഢ്യം, ദൃഢത, ഉറപ്പ്, അർജുനനിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം, അർജുനന്റെ മാഹാത്മ്യം, ആയോധന പാടവം ഇതിനെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ ഈ സഞ്ജയനോട് പറഞ്ഞത്. അത് കേട്ട് അർജുനൻ രോമഹർഷകമായ വാക്കാണ് ശ്രീകൃഷ്ണനോടും അതുപോലെ ശ്രീകൃഷ്ണൻ കേൾക്കെ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞത് എന്താണ് എന്ന് അവിടെ പറയുന്നില്ല. അത് കേട്ട് ധൃതരാഷ്ട്രർ അർജുനന്റെ വീര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഗാഢീവത്തിന്റെ പ്രയോഗം. 500 ശരങ്ങൾ ഒരേ സമയത്ത് എയ്ത് കൊള്ളിക്കാൻ സാധിക്കുന്നവനാണ് അർജുനൻ. കാർത്തിവീരാർജുനന്റെ ശക്തിയാണ് അർജുനന് ഉള്ളത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് പരാജയം ഉറപ്പാണ് എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രർ തുടർന്നും വിലാപം നടത്തുകയാണ്.